ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? അതല്ലല്ലോ മുകേഷ് ഇപ്പോഴും പാർട്ടി പറയില്ല, അന്നുമല്ല ഇന്നുമല്ല. പിന്നെ അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ സ്വതന്ത്രം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. പാർട്ടിയുടെ ആശീർവാദത്തോടെ ജയിച്ചു വന്നതാണ്. അല്ല ഞാൻ തന്നെ ഞങ്ങളത് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അതെ അതെ അതെ, മിണ്ടരുത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ്. ആ കേസ് എന്താണോ നിലപാട് വരുന്നത് അപ്പോൾ നമുക്ക് എടുക്കാം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എന്തൊരു തൊലിക്കട്ടി! അല്ലാതെ ഇതുപോലെ തെളിവുമായി മുന്നോട്ടേക്ക് വന്നില്ല ഒരാളും. ഉണങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അന്നത്തെ കേസ് ഇപ്പോഴും തുടരുകയാണ്. ആ കേസിന്റെ അകത്ത് ഒരു കാര്യവും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരി, ഞങ്ങൾ നിലപാട് സ്വീകരിക്കാം. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. പാർട്ടിയുടെ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. വാർത്ത കൊടുക്കുമ്പോ അത് മറക്കണ്ട, അല്ലാണ്ട് വെറും ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ആകരുത് കേട്ടല്ലോ. ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, പാർട്ടി നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അതെല്ലാം മത്സരിക്കുന്ന പാർട്ടി തീരുമാനിച്ചു. നിങ്ങളിപ്പോ ഞങ്ങളെ ആയിരിക്കും ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പുറപ്പെടുക. രാഹുലേ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിന് വേണ്ട തെണ്ടി. ചിഹ്നം ആർക്കാണ് കൊടുക്കേണ്ടത്, പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവണമെന്ന് ചിഹ്നം കൊടുക്കുമ്പോൾ തീരുമാനം കണ്ടിട്ടുണ്ട്. അതൊന്നും ഇല്ലാട്ടാ. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.